ഹായ് ഹലോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലുമൊക്കെ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. വെറും പുട്ടല്ല, പാൽപുട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് പൊടി നന്നായിട്ടൊന്ന് ഉതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ഇതിലേക്ക് അര കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ. നമുക്കിനി പാൽപ്പൊടിക്ക് പകരം പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചാൽ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് ഉതിർത്തെടുക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒരു സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റി എടുത്ത് അതിൻ്റെ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമ്മളിതായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. പിന്നെയും പുട്ടുപൊടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ.